അസ്സലാമു അലൈക്കും. ഇന്ന് റെസിപ്പി മുട്ട മസാലയും പൊട്ടുമാണ്. അപ്പോൾ നിങ്ങൾ കണ്ട് നോക്കിയിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയട്ടാ. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് പുട്ടുപൊടി എടുത്തിട്ട് അതിൻ്റെ മീതെ വെള്ളം നിൽക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുപൊടി കിട്ടും. അതേപോലെ തന്നെ ഞാൻ ഉണ്ടമുളകാണ് കയ്യിലുള്ളത്, അത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. കാശ്മീരി ചില്ലിമുളകാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിന് ശേഷം അത് അരച്ചിട്ട് ഒരു അരപ്പുണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ 2 ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വലിയ വെളുത്തുള്ളി തന്നെ എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 4 എണ്ണം, വലുതാണെങ്കിൽ 2 എണ്ണം. വെളുത്തുള്ളി കൂടി പോവരുത്. അതേപോലെ തന്നെ പാനിലിടുമ്പോൾ അത് കരിഞ്ഞ് പോവും ചെയ്യരുത് കേട്ടോ. ഒരു മീഡിയം സൈസിൽ വഴറ്റിയിട്ട് എടുക്കണം. അപ്പോൾ ഈ അരപ്പിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഒരു വലിയ ചെറുനാരങ്ങയാണെങ്കിൽ അതിൻ്റെ പകുതി എടുക്കുക. ചെറുതാണെങ്കിൽ ഒന്നെടുത്തിട്ട് കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ മുളകിൻ്റെ എരിവും അതേപോലെ തന്നെ ഉപ്പൊക്കെ ചെല്ലുമ്പോൾ ഈ അരപ്പിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. എന്നിട്ട് അപ്പോൾ നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടി തന്നെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് നമ്മൾ ചതച്ച വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പച്ചമല്ലി, അതേപോലെ ഉണക്കമുളക്, നല്ല ജീരകം, പെരിഞ്ജീരകം, അതൊക്കെ ഇട്ട് വെച്ച മസാലപ്പൊടി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. കറിക്കനുസരിച്ച് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നന്നായി വഴറ്റി കൊടുത്തിട്ട് പുഴുങ്ങി വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായി വഴറ്റിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 3 ആൾക്കൊക്കെ കഴിക്കാം ഈ കറി കേട്ടോ. നല്ല ടേസ്റ്റാണ്. കാരണം കൂടുതൽ ഒഴിച്ച് കഴിക്കരുത്. ഇതേപോലെ തൊട്ട് ഇത് ചോറിൽക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കുറച്ച് ചൂട പൊരിക്കാൻ എടുത്തിട്ടുണ്ട്. ചൂട കിട്ടിയപ്പോൾ അതും കൂടെ ഇതിലൂടെ പൊരിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ട്രെൻഡിങ് ആയ ചൂട പൊരിക്കലാണ്. വെളുത്തുള്ളി, ചുവന്നുള്ളി, വേപ്പില, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതേപോലെ ചൂട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചൂട അങ്ങനെ പൊരിച്ചപ്പോൾ. അപ്പം നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ടിയിലേക്ക് നല്ല ടേസ്റ്റാണ്, ചോറിൽക്കും അതേപോലെ ഭൂരിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ചെയ്തിട്ട് കമൻറ്റ് പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയട്ടോ. അസ്സലാമു അലൈക്കും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.